അപ്പോൾ നമ്മുടെ കാർപ്പറേറ്റ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട്. അവരുടെ ഒരു 7-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഫോർ ബൈക്സ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. നമ്മൾ നോർമലി ഇങ്ങനത്തെ ടെക് ഐറ്റംസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇത് കാർ ബൈക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത്തിരി യൂസ്ഫുൾ ആയിട്ട് ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ കഴിയും. പാക്കിങ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഐറ്റം. കാർപ്പറേറ്റിൻ്റെ ഒരു 7-inch ഡിസ്പ്ലേ. പിന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ബാക്കിൽ ഒക്കെ വാട്ടർ പ്രൂഫ് ആയിരിക്കും. ബൈക്കിൽ യൂസ് ചെയ്യേണ്ടതല്ല, അപ്പോൾ അതിൻ്റെ നീറ്റായിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ ആക്സറീസ് ആയിട്ട് അതിൻ്റെ മൗണ്ടുകൾ കുഴപ്പമില്ല, അത്യാവശ്യം മെറ്റൽ തന്നെയാണ്, എന്നാലും അത്ര വെയിറ്റ് ഇല്ല, കുഴപ്പമില്ല. പിന്നെ മെയിൻ കാര്യം പറയാൻ പറഞ്ഞു, ഇത് ശരിക്കും ഒരു ഡാഷ് ക്യാം ഫെസിലിറ്റിയും കൂടെ ഉള്ളൊരു സിസ്റ്റമാണ്. ഇതിൽ ലോങ്ങൊക്കെ പോകുന്നവർക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാമറ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ബാക്ക് ഫ്രണ്ട് യൂസ് ചെയ്യാം. അവിടെ 2 ക്യാമറാസ് ഉണ്ട്. പിന്നെ അതിൻ്റെ പവറിൻ്റെ കേബിളാണ്. ഒന്നിൽ നമുക്ക് ബാറ്ററി ഡയറക്റ്റ് കൊടുക്കാം, 12 volt ഡയറക്റ്റ് ബാറ്ററി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റി USB ഔട്ട്ലെറ്റ് ചെയ്യും. അതായത് USB പവറിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പവർ കൊടുക്കാം. 2.5 ആകുമ്പോൾ 3 ആകുമ്പോൾ എത്രയാണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്ര പവർ ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്, അതായത് ടച്ച് ബൈക്കിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. അത് കാരണം ബൈക്കിലൊക്കെ പോകുമ്പോൾ ടച്ച് യൂസ് ചെയ്ത് ഇവിടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സിമ്പിളായിട്ടുള്ള സ്വിച്ചുകളുണ്ട്. അതായത് ഹോം ബട്ടണും പിന്നെ അതിൻ്റെ ക്യാമറ ഒക്കെ വേഗം എടുക്കാനുള്ളൊരു 3 ബട്ടണിൻ്റെ ചെറിയൊരു കണക്ട് കൊള്ളാം ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഒരു മാനുവലുണ്ട്, ഒരു എക്സ്ട്രാ ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബൈക്കിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. ബൈക്കിന് വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഒരു വാട്ടർ പ്രൂഫ് സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഒരു IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കണക്ടിവിറ്റി, ഒരു SD കാർഡ് പ്രൊവൈഡ് ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു SD കാർഡ് വന്നിട്ടുണ്ട്, 64 GB SD കാർഡ്. അത് നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ ആവശ്യമായിട്ട് സ്പേസ്. പിന്നെ ഇത് മെയിൻ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് പോർട്ടബിൾ ആണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അയച്ചുകൊണ്ട് പോകും, എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ബൈക്കിൽ വേണമെങ്കിൽ ബൈക്കിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അയച്ചു വയ്ക്കാം. പോർട്ടബിൾ ടൈപ്പ് കണക്ഷൻസ് അതിൻ്റെ എല്ലാം പറഞ്ഞത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കേസ് നോൺ ഇൻട്രൂസീവ് ടൈപ്പ് യൂണിറ്റാണ്. അതായത് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒന്നിലേക്ക് നമുക്ക് നേരെ ബാറ്ററിയിൽ നിന്ന് തന്നെ കണക്ഷൻസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പപ്പണി USB കണക്ഷൻ ഇത് പവർ എടുക്കാം. എളുപ്പ പരിപാടിയാണ്, സിമ്പിളായിട്ട് ഇൻസ്റ്റാളായും അതേപോലെ അയച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ബൈക്കിൽ വെക്കുമ്പോൾ ബൈക്കിൽ വിട്ടുള്ള ഐറ്റമാണ്. ഇതങ്ങനെ സാധാ വെറുതെ നമ്മൾ കൊണ്ടുനടക്കുന്ന ബൈക്കിന് ലോക്കൽ യൂസിന് യൂസ് ചെയ്യുന്ന ബൈക്കിന് വെക്കാൻ അത്ര നന്നായിരിക്കില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മൗണ്ട് ഉണ്ടാക്കാം, ഒരു മെറ്റൽ കേസ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നോർമലി ഇത് കണ്ടായിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്ന മറ്റേ ADV വണ്ടികളിൽ, ഇങ്ങനെ ലോങ് ടൂറിസിങ്ങിനൊക്കെ പോണ വണ്ടികളിൽ എക്സ്ട്രാ സേഫ്റ്റി പോലെ ക്യാമറ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ അവരുടെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് നാവിഗേഷൻ അതേപോലെ തന്നെ മ്യൂസിക്സ് ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കും കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസാണ് ഇതിലുള്ളത്. അപ്പോൾ 2 ഗുണങ്ങൾ അങ്ങനെ. പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളത്. അതിൻ്റെ കേസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി പിന്നെ ഇൻസ്റ്റലേഷനാണ്. ഇത് പൊട്ടം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ ഓപ്പൺ ഇൻ്റർഫേസ് ഏകദേശം ഇതേപോലെയാണ്. മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോ, അതേപോലെ ആപ്പിൾ കാർപ്ലേ. ഈ ക്യാമറാസിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, 2 ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ബാക്കിലത്തെ ഒരു ക്യാമറ പ്രൈമറി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഈ സ്വിച്ച് വഴിയിട്ട് പെട്ടെന്ന് അത്യാവശ്യം ബാക്ക് കാണണമെങ്കിൽ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് സ്വിച്ച് ആവും. അതേപോലെ ബാക്ക് സ്വിച്ച് ആവും ചെയ്യും. ഇപ്പോൾ നാവിഗേഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്ക് ക്യാമറ കാണണമെങ്കിൽ ഇത് ഞെക്കി കഴിഞ്ഞാൽ അത് ആ ക്യാമറ മാത്രമേ അതിൽ സെലക്ട് ആയി വരുള്ളൂ. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ്. ഞാൻ പിന്നെ പറഞ്ഞില്ല, ഇതൊരു ബൈക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. അത് കാരണം കൊണ്ട് അതിൻ്റെ ഡിസൈൻ അതേപോലെ റഗ്ഗഡായിട്ടുള്ള കണ്ടീഷൻസ് നിലനിന്ന് പോകണം. അപ്പോൾ അത് കാരണം കൊണ്ട് IP67 ഉണ്ട്. അതായത്
മണ്ണ് പ്രശ്നമല്ല, മണ്ണിൽ ഇട്ടാലും സാധനം ബാക്കി ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം, റെക്കോർഡിങ്ങും കാര്യങ്ങളും ക്യാമറയും എല്ലാം വർക്ക് ചെയ്യണം. മണ്ണ് ഒരു ഇഷ്യൂ അല്ല. പിന്നെ അതേപോലെ തന്നെ സംഭവം വാട്ടർ പ്രൂഫ് ആയിരിക്കണം. അതായത് ഒന്നും പറ്റാൻ പാടില്ല, എല്ലാം അതേപോലെ തന്നെ വർക്ക് ചെയ്യണം. ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നിലവിൽ വർക്കിംഗ് ആണ്, ഇതുവരെ അടിച്ചൊന്നും പോയില്ല. അപ്പോൾ സാധനത്തിന് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ടെസ്റ്റ് റൈഡ് അടിച്ചേക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷൻ്റെ കേസ് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്പൺ ആക്കുക, എന്നിട്ട് നമ്മുടെ ബ്ലൂടൂത്തിൽ ഈ ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. ഇത് വന്നിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ നേരത്തെ കണക്ട് ആക്കിയതിനുള്ളിൽ വന്ന് കിടപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ താഴെ അവൈലബിൾ ഡിവൈസിൽ ഈ സാധനം വന്ന് കിടപ്പുണ്ടാവും. അത് ജസ്റ്റ് കണക്ട് ആക്കുക. കണക്ട് ആക്കി ബാക്കി ഫോൺ തന്നെ ഡീലാക്കിക്കോളും. ഇങ്ങനെ വൈഫൈ ചിലപ്പോൾ ഓണാക്കാൻ പറയും, അത് കണക്ട് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ കണക്റ്റഡ് ആയിക്കോളും. പിന്നെ ജസ്റ്റ് സാധാരണ നമ്മൾ ഫോൺ മിറർ ചെയ്യണ പോലെയാണ്. നമുക്ക് പാട്ട് വേണമെങ്കിൽ പാട്ട് വയ്ക്കാം, നാവിഗേഷൻ മാപ്പ് വേണമെങ്കിൽ മാപ്പ്, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോർമൽ ഒരു ഫോൺ മിറർ ചെയ്യണ പോലെ തന്നെ സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ആപ്പിളിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ സെയിം പോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഓപ്പൺ ആക്കുക, അതിൽ നമ്മുടെ ബ്ലൂടൂത്ത് വെച്ച് ഇത് കണക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ കാർപ്ലേയുടെ ഓപ്ഷൻ വരും, അത് ഓക്കെ അടിച്ചു വിടുക. പിന്നെ പഴയ പോലെ തന്നെ വെറുതെ ഒരു ഫോൺ മിററിങ് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാം, മാപ്പ്, പാട്ടെല്ലാം അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ലോക്കൽ അങ്ങനെ യൂസ് ചെയ്യുന്ന വണ്ടികളൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുകയല്ല. നമുക്കിങ്ങനെ ടൂറിങ് അല്ലെങ്കിൽ റൈഡൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡാഷ് ക്യാമും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല അഥവാ ഇനിയിപ്പോൾ നല്ല അടിപൊളി വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ADV അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മെറ്റൽ മൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, കേസ് പോലെ ഒരു മൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെയിലി യൂസിനും ഇതാണ് യൂസ് ചെയ്യുക, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മൾട്ടിപർപ്പസിൻ്റെ കാര്യം. ഇൻട്രൊഡ്യൂസിങ് മാൻഡ്രൈവ്. ഇത് ഞങ്ങളുടെ മാൻഡ്രൈക്ക് മറ്റേ മൊട്ടത്തല പോലെ എടുത്ത് പിന്നെ വൻ പണിയായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടായില്ല. ഒരു 3 മാസത്തോളം കയറി ഇറങ്ങാം ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ പക്ഷേ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, എക്സ് മാൻഡ്രൈക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ സീനൊന്നുമില്ല, ഇപ്പോൾ നല്ല മുറിഞ്ഞ ഓട്ടം തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ ഡിസ്പ്ലേ അതിൽ ബൈക്കിൽ വെച്ച് ഉദ്ദേശിക്കണം. കാരണം അത് ലോക്കൽ ഓടണ വണ്ടിയാണ്. ഇത് നമ്മൾ സ്ഥിരം ലോങ്ങൊക്കെ പോകണ വണ്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് പോകണ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ഡാഷ് ക്യാമറ വെക്കുന്നത് കുറേ നാളുടെ പ്ലാൻ ഉണ്ടായിരുന്നു, അതുവരെ നടന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഡാഷ് ക്യാമറ ഒക്കെ ഉള്ള കാരണം കൊണ്ട് അവർ എക്സ്ട്രാ സെക്യൂരിറ്റി ആണല്ലോ. എന്തായാലും വണ്ടികളുടെ ഡാഷ് ക്യാമറ കുറേ വെക്കുന്നത് വളരെ നല്ല. അപ്പോൾ അത് ഇതിൽ വെക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ ബാക്കിൽ ആ മൗണ്ട്, ഒരു സ്യുവൽ മൗണ്ട്, ബോൾ മൗണ്ട് വേറെ മേടിച്ചിട്ട് നമുക്ക് ബാക്കിംഗ് ക്ലിപ്പായിട്ട് കാറിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതാ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ കാറിൽ സാധനം ഫിറ്റ് ചെയ്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിൽ ഓർഡർ ഉണ്ട്. വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇത് ഫ്രണ്ട് ബാക്ക്, പിന്നെ ഈ റിമോട്ടിലാണെങ്കിൽ തന്നെ ഒരു കോൾ ബട്ടൺ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ബാക്ക് ക്യാമറ എടുക്കാനായിട്ടൊരു കോൾ ബട്ടൺ, അതേപോലെ ഒരു ഹോം ബട്ടൺ, പിന്നെ ഒരു കോൾ റിസീവ് ചെയ്യാനും കോൾ ഇത് ചെയ്യാനുള്ള വേറെ ബട്ടൺസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റി ഉണ്ട്. കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ, അത്ര സൂപ്പർ എന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ക്യാമറ. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ കറണ്ട് വോൾട്ടേജ് അറിയാൻ പറ്റും. ഇതിൽ തന്നെ സൈഡിലുണ്ട് മെമ്മറി കാർഡിൻ്റെ ഇതറിയാൻ പറ്റും, കണ്ടീഷൻ അറിയാൻ പറ്റും, ബ്രൈറ്റ്നെസ് കൺട്രോൾ ഉണ്ടാവും. അതേപോലെ ബ്രൈറ്റ്നെസ് ഒക്കെ ഓട്ടോ അഡാപ്റ്റീവ് ഉണ്ട്, അല്ലാണ്ടുള്ള മാനുവൽ സെറ്റിങ്ങും ഉണ്ട്. പിന്നെ ഓഡിയോ, കാർപ്ലേ, ഓട്ടോ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ സാധനം. മെയിനായിട്ടുള്ള ഗുണം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി എനിക്ക് കാറിലേക്ക് വേണമെങ്കിൽ കാറിലേക്ക് വയ്ക്കാം, അതിന് ബൈക്കിന് വല്ല റൈഡ് പോകണമെങ്കിൽ അതിൽ ബൈക്കിൽ വയ്ക്കാം, അതുപോലെ വർക്കിന് പോകണമെങ്കിൽ ട്രക്കിലോ ലോറിയിലോ എവിടെ വേണമെങ്കിലും സാധനം ഫിറ്റ് ചെയ്യാം. പോർട്ടബിളാണ്. അതേപോലെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ, നമുക്ക് വേറെ വയർ കട്ടിങ് ഒന്നും വന്നില്ല. നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് ബാക്കിൽ കൂടെയൊക്കെ വയറൊക്കെ വലിച്ച് ആകെ ഞങ്ങൾക്ക് വള്ളി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറകൾ രണ്ടും ബൈക്കിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് ക്യാമറ കേബിളിന് ലെങ്ത് ഉണ്ടായില്ല. അപ്പോൾ അത് ഞങ്ങൾ ഡൈപ്പി കൂടെയൊക്കെ കയറ്റി എടുത്ത് ഡയറക്റ്റൊക്കെ വലിക്കേണ്ടി വന്നു. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമുക്ക് വയറൊക്കെ കട്ട് ചെയ്ത് ജോയിൻ്റൊക്കെ അടിക്കാം.
എത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ലല്ലോ. സാധനം ഫങ്ഷണലാണ് ഇപ്പോൾ സംഭവം. ഇപ്പോൾ 2 ദിവസമായിട്ട് യൂസ് ചെയ്യണം, കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആൻഡ് പ്ലേ പോലെയാണ്. ഇവിടെ നിന്ന് അയച്ചാൽ അവിടെ കൊണ്ടുപോയിക്കണം. അത് എക്സ്റ്റേണൽ യൂണിറ്റ് പോലെ, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഉള്ളിലൊന്നുമില്ല. ഉള്ളിലത്തെ നമ്മുടെ ഈ സെറ്റായിട്ടായാലും ഫോണായിട്ടും കണക്ഷൻ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അഴിച്ച് അവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അതേപോലെ അഴിച്ച് തിരിച്ച് വെക്കുകയും ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കേസിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഒരു ഇതേപോലുള്ളൊരു പഴയ കാറിൽ അല്ലെങ്കിൽ ഇത് ഈ നമുക്കൊരു ഡെയിലി കാറിലൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാൻ നല്ല സാധനമാണ്. ഒരു ആഡഡ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അതേപോലെ മോഡേൺ ആയിട്ടുള്ള കാറിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരണ്ടാവും. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇത് പോർട്ടബിളാണ്, അതേപോലെ വാട്ടർ പ്രൂഫാണ്, കാര്യങ്ങളൊക്കെയാണ്. അത്രയുള്ള വ്യത്യാസം തോന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്തിട്ട് തോന്നിയത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ ഒരു ലോങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കൊണ്ടിട്ടുള്ള ഈ സാധനത്തിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാനൊക്കെ നോക്കി നോക്ക്. സാധനം കുഴപ്പമില്ല, നല്ല സാധനമായിട്ട് തോന്നുന്നുണ്ട്. നല്ല ബ്രാൻഡ് ഇവരിൽ കുറേ ഇനിയും വേറെ ഐറ്റംസ് ഉണ്ട്. ഈ ഓട്ടോമോട്ടീവ് ടൈപ്പ് ആക്സറീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ പല ഇത് വേറെ കാറിന് വേണ്ടിയുള്ള സ്റ്റീരിയോസ് ഉണ്ട്. പിന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവരെ ലിങ്കിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരു റെഫറൽ കോഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റെഫറൽ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും എന്താ വെച്ച് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. Scene 1, take 1. Action. എന്തൊക്കെയാ